പെട്ടെന്നൊരു ദിവസം നമ്മൾ നമ്മുടെ ലോകത്തെ പോലെയുള്ള വേറൊരു ലോകത്തെത്തിപ്പെട്ടാൽ എങ്ങനെയിരിക്കും? അവിടെ നമ്മുടെ വീട് വലുതായിരിക്കാം, നമ്മുടെ നാടിന്റെ പേര് തന്നെ വേറെയായിരിക്കാം, ചിലപ്പോ നമ്മളെപ്പോലെ തന്നെയുള്ള വേറൊരാളെ കണ്ടേക്കാം. നമസ്കാരം. ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ഒരു സാധാരണ കഥയല്ല. ഒരു മനുഷ്യൻ മറ്റൊരു ലോകത്തിൽ നിന്ന് വന്നതാണെന്ന് പറയപ്പെടുന്ന ഒരു അപൂർവ സംഭവത്തെക്കുറിച്ചാണ്. ഇത് സത്യമാണോ അല്ലെങ്കിൽ സങ്കല്പമോ? ഒരു പാരലൽ യൂണിവേഴ്സിലോ ടൈം ട്രാവലിലോ നിന്നുള്ള സന്ദർശകനായിരിക്കും ആ മനുഷ്യൻ, അല്ലെങ്കിൽ ഇതെല്ലാം ഒരു വലിയ കുതന്ത്രമോ? ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ദ മാൻ ഫ്രം ടോറഡ്, ടോക്കിയോ എയർപോർട്ടിൽ വന്നുവെന്ന് പറയപ്പെടുന്ന, എന്നാൽ ഇതുവരെ ആരും അന്വേഷിക്കാനാവാത്ത ഒരാൾക്ക് പിറകെ. 1954 ഈ അത്ഭുതകരമായ സംഭവം നടന്നത്. ജപ്പാനിലെ ഹനേദ എയർപോർട്ട്, ടോക്കിയോ, ഒരു സാധാരണ ദിവസം പോലെയാണ് തുടങ്ങിയത്. പാസഞ്ചർമാർ ആഗോളതലത്തിലെത്തിയിട്ട് ഇമിഗ്രേഷൻ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ നൽകി പോകുകയായിരുന്നു. അതേസമയം ഒരാളുടെ പാസ്പോർട്ടിലെ വിവരങ്ങൾ എയർപോർട്ട് ഓഫീസർമാരുടെ ശ്രദ്ധ പിടിച്ചുപറ്റി. ഒരു വിദേശി, വെളുത്ത ചർമ്മം, യൂറോപ്യൻ മുഖഭാവം, ഫോർമൽ ഡാർക്ക് ബ്ലൂ സ്യൂട്ട്. അയാൾ മറ്റ് യാത്രക്കാരിൽ നിന്നും തികച്ചും വ്യത്യസ്തനായിരുന്നു. പാസ്പോർട്ട് പരിശോധനയ്ക്കായി പാസ്പോർട്ട് കൊടുത്തപ്പോൾ അത് ഓഫീസർമാരിൽ കുഴപ്പമുളവാക്കി. അവന്റെ പാസ്പോർട്ടിൽ നൽകിയ രാജ്യം ടോറഡ്, അതൊരു രാജ്യമാണോ? ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ അമ്പരന്നു. ഉടനെ അവർ ഒരു മാപ്പ് എടുത്ത് അവനോട് പറഞ്ഞു, ഇതിൽ നിങ്ങളുടെ രാജ്യം എവിടെയാണ് എന്ന്. അവൻ ചിരിച്ചുകൊണ്ട് ചൂണ്ടിക്കാണിച്ചു, അത് യൂറോപ്പിലുള്ള ഒരു രാജ്യമാണ്. ആൻഡോറ എന്ന സ്ഥലത്തിനടുത്താണ് അതിന്റെ സ്ഥാനം. ആ രാജ്യം 1000 വർഷങ്ങൾ പഴക്കമുണ്ട്. ഓഫീസർമാർ അവനെ വിളിച്ച് വിശദമായി ചോദ്യം ചെയ്യാൻ തുടങ്ങി. അവൻ എല്ലാം ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. തന്റെ കമ്പനി ഏതാണെന്ന്, അവൻ ജപ്പാനിൽ ബിസിനസ്സിനായി വന്നതാണെന്ന്, മുമ്പ് വന്നിട്ടുണ്ട്, അത് തെളിയിക്കുന്ന സ്റ്റാമ്പുകളും പാസ്പോർട്ടിലുണ്ട്. ഇതൊക്കെ സത്യമാണോ? ഓഫീസർമാർ പരിശോധിച്ചു. അങ്ങനെ ഒരു കമ്പനി അവൻ പറഞ്ഞ രാജ്യത്ത് നിലവിലില്ല. പാസ്പോർട്ട് സ്റ്റാമ്പ് യഥാർത്ഥമാണോ എന്നതും സംശയാസ്പദമാണ്. പിന്നീട് അവനെ ഒരു ഹോട്ടലിൽ ക്വാറന്റൈനിൽ വെച്ചു. നാളെ ഇതെല്ലാം പരിശോധിക്കാം എന്നു പറഞ്ഞ് രാത്രി മുഴുവൻ സുരക്ഷാ കാവലുമായി അവനെ വച്ചിരുന്നു. പിറകെ അടുത്ത ദിവസം അവൻ ആ ഹോട്ടൽ മുറിയിൽ നിന്ന് അപ്രത്യക്ഷനായി. കവാടം ലോക്കാണ്. ജാലകങ്ങൾ തുറക്കാനാവാത്തതായിരുന്നു. സെക്യൂരിറ്റികൾ പുറത്ത് കാവൽ നിൽക്കുകയായിരുന്നു. എങ്കിൽ അവൻ എങ്ങനെ കാണാതായി? ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നാം, ഇതെന്തെങ്കിലും കെട്ടിച്ചമച്ച കഥയാകും. പക്ഷേ നിരവധി ഗവേഷകരും യൂറോപ്യൻ ഹിസ്റ്റോറിയൻസും ഈ സംഭവം ആഴത്തിൽ പരിശോധിച്ചു. ഇതിന്റെ പിന്നിലുള്ള സാധ്യതകളോ? പാരലൽ യൂണിവേഴ്സ് തിയറി. നാം താമസിക്കുന്ന ഈ യൂണിവേഴ്സിനൊപ്പം തന്നെ അനന്തമായ മറ്റു യൂണിവേഴ്സുകൾ ഉണ്ടാകാം. ഒരു ചെറിയ വഴിതെറ്റലിലൂടെ നമ്മുടെ ലോകത്തേക്ക് ഒരാൾ വേറൊരു ലോകത്തുനിന്ന് വന്നതാവാം. പാരലൽ യൂണിവേഴ്സ് എന്താണെന്ന് അറിയാത്തവർക്കായി അതിന്റെ വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കാണാത്തവർ അത് കണ്ടു നോക്കൂ. ടൈം ട്രാവൽ തിയറി. നിലവിൽ മനുഷ്യർക്ക് അസാധ്യമായ ഒരു സാങ്കേതിക വിദ്യ ഒരാൾക്ക് കൈവശമുണ്ടാകാമോ? ഫേക്ക് ന്യൂസ് അല്ലെങ്കിൽ ലോക്കൽ ഏർബൻ ലെജൻഡ്. ഇതൊരു കഥയാമോ? പലരുടെയും മനസ്സിൽ കുഴപ്പമുണ്ടാക്കുന്ന ഒരു റെഡിറ്റോ ബ്ലോഗോ ഏതെങ്കിലും ന്യൂസ് ആർട്ടിക്കിളോ ഇതിനെ പഴയ കാലത്തിൽ നിന്ന് ഉയർത്തിയതാവാം. പക്ഷേ ഇതിന്റെ ആഴത്തിൽ പോയാൽ നാം ഓരോരുത്തരും ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഈ ബ്രഹ്മാണ്ഡത്തിൽ ഒറ്റ യൂണിവേഴ്സിൽ മാത്രമാണോ നാം ജീവിക്കുന്നത്? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ദ മാൻ ഫ്രം ടോറഡ് ഒരു യഥാർത്ഥ സംഭവമോ, അല്ലെങ്കിൽ നമുക്ക് വിശ്വസിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു കഥയോ? ഇതുപോലെ രഹസ്യഭരിതമായ കൂടുതൽ കാഴ്ചകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാനും മറക്കല്ലേ. നന്ദി. മറ്റൊരു രസകരമായ കാഴ്ചയുമായി നിങ്ങളെ വീണ്ടും കാണാം.